നെക്സ്റ്റ് ഓൾട്ടർനേറ്റ് ഡെപ്തിന്റെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ദ സ്പെസിഫിക് എനർജി ഫോർ എ 5 meter wide rectangular channel is to be 4 Newton meter per Newton if the rate of flow of water through the channel is 20 meter cube per second. Determine the alternate depth of flow. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വിഡ്ത്ത് ഓഫ് ദി ചാനൽ തന്നിട്ടുണ്ട് 5 മീറ്റർ എന്ന്. സ്പെസിഫിക് എനർജി 4 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ദെൻ റേറ്റ് ഓഫ് ഫ്ലോ ദാറ്റ് ഈസ് ഡിസ്ചാർജ് ക്യൂ ഈക്വൽ 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ ഓൾട്ടർനേറ്റ് ഡെപ്സുകളാണ് കാണേണ്ടത്. തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് എഴുതി. വിഡ്ത്ത് ഓഫ് ദി ചാനൽ ബി ഈക്വൽ 5 മീറ്റർ, സ്പെസിഫിക് എനർജി E equal 4 Newton meter per Newton, which is equal 4 meter. Then discharge Q equal 20 meter cube per second. So we have the equation specific energy E equal H plus V square by 2G. ഇതിലെ സ്പെസിഫിക് എനർജി E നമുക്കറിയാം, V കണ്ടുപിടിക്കണം. V ഈക്വൽ ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കും. സോ V ഈക്വൽ Q ബൈ A, ദാറ്റ് ഇസ് ഡിസ്ചാർജ് ബൈ ഏരിയ, Q ബൈ ഏരിയ B ഇൻറ്റു H, which is equal to Q by 5 into H. So which is equal 20 by 5 into H, that is 4 by H. So V equal 4 by H എന്ന് കിട്ടി. സോ ഇപ്പൊ കിട്ടിയ വെലോസിറ്റിയുടെ വാല്യൂ V equal 4 by H ഈക്വേഷനിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4 equal H plus 4 by H the whole square into 1 by 2G. വെലോസിറ്റി ഓഫ് ഫ്ലോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും 4 equal H plus 8 by G H square. ജിയുടെ വാല്യൂ 9.81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 4 equal H plus 8 by 9.81 into H square. So we get 4 equal H plus 0.8155 by H square. Again solve ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4H square is equal to H cube plus 0.8155. Therefore H cube minus 4H square plus 0.8155 is equal to 0. ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എച്ചിന്റെ രണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്. അതാണ് ഓൾട്ടർനേറ്റ് ഡെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എച്ചിന് രണ്ട് വാല്യൂസ് കിട്ടി, 3.78 മീറ്റർ ആൻഡ് 0.215 മീറ്റർ. സോ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. സ്പെസിഫിക് എനർജി ഒരു 5 മീറ്റർ വൈഡ് ചാനലിന്റെ സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട് 4 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ വിത്ത് 5 മീറ്റർ, ഡിസ്ചാർജ് 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ഡെപ്സ് ആണ് കാണേണ്ടത്. സോ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഇ ഈക്വൽ എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2G. അതിലെ വെലോസിറ്റി ഓഫ് ഫ്ലോ കാണാൻ ഡിസ്ചാർജ് ബൈ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 4/h എന്ന് കിട്ടും. ആ കിട്ടിയ വിയുടെ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ h പ്ലസ് 4/h ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2G. അഗൈൻ സോൾവ് ചെയ്യുക. ഇയുടെ വാല്യൂ നമുക്കറിയാം 4 മീറ്റർ എന്ന്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ കിട്ടും h cube minus 4h square plus 0.8155 is equal to 0. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഡെപ്സ് കിട്ടും. Section factor for critical flow denoted by Z.
So section factor for critical flow computation Z is a product of water area and square root of the hydraulic depth, and is a product of water area and square root of the hydraulic depth. That is Z equal water area into root of hydraulic depth. Hydraulic depth is equal to A by T, area by top width. That's the top width of the channel. That is Z equal water area into square root of hydraulic depth. Hydraulic depth equal A by T. And we all know that A by T equal capital D, which is the hydraulic depth. So, capital D. So, A by T ki capital D എന്ന് substitute ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡ്സും സ്ക്വയർ ചെയ്യാം റൂട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. സോ വി ഗെറ്റ് Z സ്ക്വയർ ഈസ് ഈക്വൽ A സ്ക്വയർ ഇൻറ്റു D. So D equal Z square by A square, which is equation number 1. So for critical flow we have V square by 2G equal D by 2. Now substitute the value of D, which is equal Z square by A square in equation number 2. So we get V square by 2G equal Z square by A square by 2. So by solving this equation we get V square by 2G equal Z square by 2A square. V square by G equal Z square. V square by G equal Z square by A square. Then Z square is equal V square A square by G. Z equal VA by root G. We know that discharge Q equal A into V, area into velocity. So VA ക്ക് പകരം Q substitute ചെയ്യാം. Therefore Z equal Q by root G. So for critical flow Q equal QC. Therefore the equation becomes Z equal QZ by root G. Z equal QZ by root G. So for a rectangular channel, section factor Z equal QZ by root G. QZ equal A into VC. Critical velocity, VC critical velocity divided by root of G. Therefore area considering a rectangular channel, therefore area B into HC into VC. So VC equal root of G into HC. So substitute the value of VC, root of G into HC, the whole divided by root G. So area എന്ന് പറയുന്നത് B into HC ആണ്, VC എന്ന് പറയുന്നത് root of G into HC ആണ്. Substitute ചെയ്യാം divided by root of G. So solve ചെയ്ത് കഴിയുമ്പോൾ കിട്ടും B into HC into root of HC. Therefore section factor Z equal B into HC the whole raised to 1.5. So if we discuss is section factor for critical flow Z ആണ്. Section factor for critical flow computation is a product of water area into square root of the hydraulic depth. That is Z equal A into root of A by T. So A by T is the hydraulic depth D, capital D. Square area രണ്ട് side Z square equal A square D
Therefore, D equal Z square by A square, which is equation number 1. For a critical flow, V square by 2G equal D by 2. So, substitute the value of D from equation number 1. Okay. By substituting, we get V square by 2G equal Z square by 2A square. V square by G equal Z square by A square. Z square is equal to V square A square by G. Therefore, Z equal VA by root G. So, since discharge equal area into velocity, so substitute Z equal Q by root G. So, for critical flow, Q equal QZ. Therefore, Z equal QZ by root G. And for rectangular channel, Z equal QZ by root G. Substitute the value A into VC. So, by substituting, we get Z equal B into HC, the whole raised to 1.5. That's the section factor for critical flow computation. General equation for specific energy. Minimum specific energy. So, specific energy E equal H plus V square by 2G. So, we know that V equal discharge by area. Substitute the value of V in equation number 1. So, we get E equal H plus Q square by 2G A square. For minimum specific energy, that is for the critical conditions, for minimum specific energy, dE by dH equal 0. So, for critical condition, dE by dH equal 0. Substitute the value of E, that is E equal H plus Q square by 2G A square. Therefore, the equation becomes D by dH of H plus Q square by 2G A square, which is equal 0. So, by solving this, we get 1 plus Q square by 2G into minus 2 by A cube into dA by dy equal 0. Here, Q is a constant and A is the function of Y. So, in a channel section, if T is the top width, T is the top width of the flow, then the differential water area dA near the free surface, that is the differential water area dA near the free surface is T into dy equal dA. That is the differential water area dA equal T into dy, where T is the top width of the flow. Therefore, dA by dy equal T. So, E equation 1 plus Q square by 2G into minus 2 by A cube dA by dy equal 0 il dA by dy ku pagaram top with T substitute cheyyam. So, equation dA by dy ku pagaram top with T substitute cheyyam. So, we get 1 plus Q square by 2G into minus 2 by A cube into T. dA by dy ku pagaram T substitute cheyyadu. It's equal to 0. We this solve here. So, solve kittum 1 minus Q square T by GA cube equals 0. That is Q square T by GA cube equal to 1. So, this equation can be used for computing the critical depth in different sections.